അപ്പോൾ എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബർത്ത്ഡേ ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നത്. എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, 4ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ഒരു ബർത്ത്ഡേക്ക് നമ്മൾ പെപ്പ പിഗിൻ്റെ തീമാണ് സെലക്ട് ചെയ്തത്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മൾ മാഷ ആൻഡ് ബിയർ എന്ന് പറയുന്ന ഒരു കാർട്ടൂണിലെ തീമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടുനോക്കാൻ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ തവണ നമ്മൾ പെപ്പ പിഗ് എന്ന് പറയുന്ന ഒരു കാർട്ടൂണിലുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ട് ആ ഒരു തീമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ സാധനങ്ങളും ഞാൻ ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അധികവും മീഷോ എന്നാണ് ഈ ഒരു ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ കാര്യങ്ങൾ ബലൂൺ കാര്യങ്ങളൊക്കെ ഞാൻ മീഷോ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ വേറെ എന്തോ ഒരു സാധനം നമ്മൾ ഫ്ലിപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളൂ കേട്ടോ. ഇത് എല്ലാം ഡെക്കറേറ്റ് ചെയ്തത് ഞങ്ങൾ തന്നെയാണ്, ഞാനും എണ്ണം കൂടിയാണ് അതൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, ഞാൻ വിചാരിച്ച രീതിക്ക് തന്നെ മനോഹരമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ പെപ്പ പിഗ് എന്ന് പറയുന്നത് ഒരു കാർട്ടൂണാണ്. നമുക്ക് അത് ഒട്ടുമിക്ക ഈ ചെറിയ കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്കും എല്ലാവർക്കും അറിയണ്ടാവും പെപ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ. അപ്പം അതൊരു കാർട്ടൂണാണ്. അപ്പം നിങ്ങൾ എടുത്ത് നോക്കുക, അറിയാത്തവരുണ്ടാകുന്ന ജസ്റ്റ് പെപ്പ പിഗ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു തീം വെച്ചിട്ടാണ് നമ്മൾ മോളുടെ ബർത്ത്ഡേക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് എനിക്കിത് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ നമ്മൾ ആ ഒരു ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു പെപ്പ പിഗിൻ്റെ സോഫ്റ്റ് ടോയ് ആണ് കേട്ടോ. പെപ്പയും ഉണ്ട്, അതേപോലെ തന്നെ ജോർജ് പിഗും ഉണ്ട് ഇതിൽ കേട്ടോ. അത് 2 ക്യാരക്ടേഴ്സാണ്. പെപ്പ പിഗ് കാർട്ടൂൺ കാണുന്നവർക്ക് അറിയണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതിനൊരു 19 സെൻറ്റിമീറ്റർ നീളം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 306 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സെയിം സാധനം തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവുമായിരിക്കും ഹൈലൈറ്റ് മോളിൽ, അതായത് കോഴിക്കോട് ഹൈലൈറ്റ് മോളിൽ ചോദിച്ച സമയത്ത് അവിടെ 1500 രൂപയാണ് കേട്ടോ ഈ ഒരു ടോയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവുമായിരിക്കും, പക്ഷേ 1500 രൂപ നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാനിത് ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്ത സമയത്ത് അതിൽ ഇത് നമുക്ക് 306 രൂപയ്ക്കുണ്ട്. പിന്നെ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടല്ലേ, അവർ കുറച്ച് ഒരു ആദ്യം കാണുമ്പോൾ ഒരു കൗതുകമുള്ളൂ, പിന്നെ അത് മൈൻഡ് ചെയ്യുകയില്ലേ. അപ്പോൾ അങ്ങനെയുള്ളത് ആയതുകൊണ്ട് തന്നെ ഈ 1500 രൂപയ്ക്ക് അത് വാങ്ങണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. നമ്മൾ ആക്ച്വലി ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ടേബിളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇത് നമ്മൾ മീഷോ എന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് കാണിക്കുന്ന സാധനങ്ങളൊക്കെ മീഷോ തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ടേബിൾ ബലൂൺ സ്റ്റാൻഡാണ്. 2 സെറ്റായിട്ടാണ് വരുന്നത്. 22 ഇഞ്ച് ഹൈറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആദ്യം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ ഉണ്ട്, പക്ഷേ നമുക്കത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ യൂട്യൂബിൽ ടേബിൾ ബലൂൺ സ്റ്റാൻഡ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത സമയത്താണ് കണ്ടത്. അങ്ങനെ നമ്മളത് നോക്കിയിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഈ ഒരു ഡിസ്കിൻ്റെ ഷേപ്പിലുള്ള ഒരു സാധനമുണ്ട്. അതാണ് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടിയിൽ വരുന്ന സാധനം. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഹോളുണ്ട്. അതിലേക്ക് ഈ ഒരു കോല് ഇറക്കി വെച്ചിട്ട് ആ കോലിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു സംഭവം എൻ്റെ കയ്യിലുള്ള ഈ ഒരു സാധനം കുത്തിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ബലൂൺ വീർപ്പിച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് സംഭവം. ഈസിയാണ് സംഭവം, പക്ഷേ നമുക്കത് ഫിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 159 രൂപയാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 50 പീസ് പേസ്റ്റൽ കളർ ബലൂൺ സെറ്റാണ് കേട്ടോ. ഇതിന് 130 രൂപയാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒരു കോംബോ പോലെ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ബലൂൺ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പം അതേ ഒരു സെറ്റിനകത്ത് ഉണ്ടായിരുന്നത് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളേഴ്സിലുള്ള ബലൂണായിരുന്നു. ആ ഒരു കളേഴ്സ് ബലൂൺ എനിക്കിഷ്ടമാവാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പേസ്റ്റൽ കളേഴ്സ് വാങ്ങിയെന്നേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മോളുടെ 4th ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 32 ഇഞ്ച് വരുന്ന 4 എഴുതിയിട്ടുള്ള ബിഗ് റെയിൻബോ കളറിൽ വരുന്ന നമ്പർ ബലൂണാണ് കേട്ടോ. ഇത് ഫോയിൽ ബലൂണാണ്. അപ്പം ഇതിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ 4 എഴുതിയിട്ടുള്ളൊരു ഫോയിൽ ബലൂൺ വരുന്നുണ്ട്. അതേപോലെ തന്നെ പേസ്റ്റൽ കളേഴ്സിൽ വരുന്ന 11 പീസ് വേറെ പേസ്റ്റൽ കളേഴ്സിൽ വരുന്ന ബലൂൺ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ക്രൗണിൻ്റെ ഷേപ്പിൽ വരുന്ന ബലൂൺ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പക്ഷേ ഈ ഒരു ബലൂൺ നമുക്ക് തൂക്കാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബലൂൺ വീർപ്പിച്ച സമയത്ത് കാറ്റ് ഓവറായിട്ട് അത് പൊട്ടിപ്പോയി. അപ്പോൾ ഇനിയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. എൻ്റെ ഹസ്ബൻഡായിരുന്നു അത് ഊതി വീർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഊതി വീർപ്പിച്ച് നല്ല 4 എഴുതിയിട്ടുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് പിന്നെയും ഊതി വീർപ്പിച്ചു, കാറ്റ് ഓവറായ സമയത്ത് അത് പൊട്ടിപ്പോയി. അങ്ങനെയാണ് ഉണ്ടായത്. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാൻ അത്രയും ആശിച്ചിട്ടാണ് അത് സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് നമുക്ക് വെക്കാനുള്ള യോഗം ഉണ്ടായില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 12 പീസിൽ വരുന്ന 3D പേപ്പർ ഗോൾഡ് ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ. ഇത് നമുക്ക് ശരിക്കും വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ബലൂണിൻ്റെ മുകളിൽ ഒട്ടിക്കുക. അതിൻ്റെ കൂടെ ഒരു
ഗമ്മും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 87 രൂപയാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മളിതാണ് 4th ബർത്ത്ഡേക്ക് ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. അതിൻ്റെ 3rd ബർത്ത്ഡേൻ്റെ ഉണ്ട്, 1st ബർത്ത്ഡേൻ്റെ ഉണ്ട്. അങ്ങനെ ഏത് ബർത്ത്ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബർത്ത്ഡേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ. അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 37 പീസുള്ള സംഭവങ്ങളാണ്. അതായത് കപ്പ് കേക്ക് ടോപ്പർ 10 പീസ് വരുന്നുണ്ട്, ബാനർ ഒരു സെറ്റ് ബാനർ വരുന്നുണ്ട്, പിന്നെ മൾട്ടി കളർ ബലൂൺ 25 ബലൂൺ വരുന്നുണ്ട്, കേക്ക് ടോപ്പർ വരുന്നുണ്ട് 1 പീസ്. അതേപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ ബലൂൺ ആയതുകൊണ്ട് ആ ബലൂൺ ഞാൻ നമ്മൾ ടേബിൾ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ചുറ്റിലും പേസ്റ്റൽ കളർ ബലൂൺ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെറ്റിന് 328 രൂപ കേട്ടോ. 328 രൂപയാണ് കേട്ടോ. അത് കണ്ടോ, I am 4 ഹാപ്പി ബർത്ത്ഡേ എന്നില്ല, I am 4 എന്നാണുള്ളത്. പിന്നെ ബാക്കി ആ കേക്ക് ടോപ്പറിലും അതേപോലെ തന്നെ അങ്ങനത്തെ സംഭവത്തിലൊക്കെ 4th ബർത്ത്ഡേനെ മെൻഷൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഓവറോൾ ഡെക്കറേഷൻ. ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമ്മുടെ കയ്യിലുള്ളതാണ്. അതേപോലെ തന്നെ വൈറ്റ് കർട്ടനും ഒക്കെ നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ്. അപ്പം കുറച്ച് LED ബൾബൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ബലൂണ് ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കാനുള്ള ഒരു സംഭവം നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു സംഭവം യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ആ ഒരു ബലൂണൊക്കെ വീർപ്പിച്ച് അങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ കണ്ടില്ല, നമ്മൾ ബട്ടർഫ്ലൈസിനൊക്കെ ആ ഒരു ബലൂണിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു സ്റ്റിക്കറും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റിക്കർ 2 സൈഡ് സ്റ്റിക്കറാണ് വരുന്നത്. അത് വെച്ചിട്ടാണ് ആ ബലൂണിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ പെപ്പേൻ്റെ ടോയ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പൊട്ടിപ്പോയ ക്രൗണിൻ്റെ ഷേപ്പിലുള്ള ആ 4 എന്ന് എഴുതിയിട്ടുള്ള അതിൻ്റെ മുകളിൽ വരുന്ന ഒരു ക്രൗണിൻ്റെ ബലൂണാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളി ആവുമായിരുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പക്ഷെ അത് നമുക്ക് ഇല്ല. അപ്പോൾ ഇത് നമ്മൾ നോർമൽ കേക്കാണ് കേട്ടോ. നോർമൽ കേക്കിൽ ഇതേപോലെ ഞാനൊരു കേക്കിൻ്റെ പിക്ചർ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ട് അവർ ചെയ്ത് തന്നിട്ടുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കേക്കിൻ്റെ മറ്റേ കേക്ക് ടോപ്പറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കപ്പ് കേക്കും ആ ഒരു കപ്പ് കേക്ക് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അതിൻ്റെ കൂടെ അവർ സെറ്റ് ചെയ്ത് തന്നല്ലേ സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ വാങ്ങിച്ചത് അതിൻ്റെ മുകളിൽ കുത്തി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതൊക്കെ സെറ്റ് ചെയ്ത് വരുന്ന കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ രാത്രിയാണ് പരിപാടി സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമുക്ക് ഓവർ കേക്കൊന്നും കഴിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ചെറിയൊരു കേക്ക് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ഇതാക്കിയിട്ടുള്ളത്, സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അധികം ആൾക്കാരൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ മോളുടെ ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്കേർട്ടും ടോപ്പും അതിൽ ഒരു ഷാളും കൂടെ വരുന്നതാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് അല്ലായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പെപ്പൻ്റെ പിക്ചർ വരുന്നൊരു എന്താ പറയുക ഒരു ബനിയനും അതിനകത്തേക്ക് നമുക്കൊരു സ്കേർട്ടും അങ്ങനെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് അങ്ങനത്തെ ഒരു സംഭവം കിട്ടിയില്ല. അതുകൊണ്ട് ഇത് നമ്മൾ തട്ടിക്കൂട്ടി പെട്ടെന്ന് പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ അത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അവളുടെ ഹെയർ സ്റ്റൈലും ആ ഒരു പൊട്ടും കമ്മലൊക്കെ ഇട്ട സമയത്ത് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു തീമിലേക്ക് മാച്ച് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ തന്നെയാണ് അവളുടെ ഡ്രസ്സിലും കൊടുത്തിട്ടുള്ളത്. എത്ര വയസ്സായി? എത്ര? അപ്പോൾ ഇതാണ് എൻ്റെ മോളുടെ ബർത്ത്ഡേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതേപോലെ ബർത്ത്ഡേ ഒക്കെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരാളെ സഹായമൊന്നും വേണ്ട. ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഓൺലൈനിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടിപൊളിയായിരിക്കും. അപ്പം അധികം പൈസയൊന്നും ആയിട്ടില്ല കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിനൊക്കത്തിനും കൂടെ. മീഷോയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അധികം ക്യാഷ് ഒന്നും വരില്ല ഈ ഒരു സാധനങ്ങൾക്ക്. അപ്പോൾ ഇത് ആമസോണിലും ഫ്ലിപ്പിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ക്യാഷ് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇതായിട്ട് തോന്നിയത് മീഷോയിലാണ് കേട്ടോ. പിന്നെ മീഷോയിൽ നിങ്ങൾക്കറിയാം ഫ്ലിപ്പിലും ആമസോണിലൊക്കെ 1-2 ദിവസം കൊണ്ടൊക്കെ പ്രൈം മെമ്പർഷിപ്പ് ഒക്കെ ഉള്ളവർക്ക് വേഗം കിട്ടും. അപ്പം മീഷോയിലാകുമ്പോൾ നിങ്ങൾ ബർത്ത്ഡേൻ്റെ ഒരു 2 ആഴ്ച മുമ്പെങ്കിലും സാധനം ഓർഡർ ചെയ്ത് വെക്കുക. എന്നാലേ ഉള്ളൂ. 1 ആഴ്ച 2 ആഴ്ചയൊക്കെ എടുക്കും ഇത് വരാൻ വേണ്ടിയിട്ട്. ചില പ്രോഡക്റ്റൊക്കെ നമുക്ക് കുറച്ച് ദൂരത്തെ സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്താൻ വേണ്ടിയിട്ട് ലേറ്റ് ആകും. പക്ഷേ എനിക്ക് 1 ആഴ്ച കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു മുൻകരുതൽ പോലെ ഇനി ബർത്ത്ഡേ കഴിഞ്ഞിട്ട് സാധനങ്ങൾ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ ഓർഡർ ചെയ്ത് വെക്കുക കേട്ടോ. അതൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉള്ളവർ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.